ഈ സോഷ്യൽ ഓഡിറ്റിന് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാൽ BJP ഭരണകൂടങ്ങൾ നിന്ന് വിറയ്ക്കും. കാരണം സമൂഹത്തോടെ എന്തെങ്കിലും അർത്ഥത്തിലോ പ്രതിബദ്ധത ഇവർ കാട്ടിയിട്ടില്ല. നിങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ ഇടപെടൽ എന്താണ്? അതിനെ കാവ്യവൽക്കരിക്കുക എന്നതാണ് ഏക ഇടപെടൽ. ഇടയ്ക്കിടയ്ക്ക് ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ടുള്ള NCERTയുടെ സിലബസുകളിലെ കൈകടത്തലുകൾ ഉണ്ടാവും. അല്ലാതെ നിങ്ങൾ സ്കൂളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര കുട്ടികൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വർഷം വർഷം പുറത്തേക്ക് പോകുന്നു പഠനം കിട്ടാതെ എന്നതിനെക്കുറിച്ച് പഠിക്കുകയോ അവരെ വിദ്യാലയങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള പ്രക്രിയയ്ക്കോ ഒന്നും ഈ BJP സർക്കാരുകൾ പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയേ വേണ്ട. നമ്മളിത് ഇവിടെ നിന്ന് പറയുമ്പോൾ, കേരളത്തിൽ നിന്ന് പറയുമ്പോൾ അതിനെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ തന്നെ ഇത്തരം ക്ലാസ് റൂമുകൾ, ചാണകം മെഴുകിയ ക്ലാസ് റൂമുകൾ ഉത്തരേന്ത്യയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണെന്നറിയോ, നമ്മൾ ജീവിക്കുന്ന ഈ കേരളത്തിൽ മൾട്ടിമീഡിയ ക്ലാസ് റൂമുകളുള്ള സർക്കാർ സ്കൂളുകളാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്നുകൊണ്ട് അത് അപ്പുറം നടക്കുന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ പോലും സമയം എടുക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രശ്നം എന്ത് എന്ന് പറഞ്ഞാൽ, ആരാണ് പഠിക്കേണ്ടത് എന്നതിൽ പോലും കാശുള്ളവൻ പഠിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ പലപ്പോഴും കാണാൻ കഴിയുന്നത്. അതായത് താഴെത്തട്ടിലുള്ളവൻ പോകേണ്ട സ്കൂളുകളിൽ അടിസ്ഥാനമായ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്നും ഭരണകൂടങ്ങൾ എന്നോ ഒളിച്ചോടിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അത് ഇന്നും ഇന്നലകളിൽ തുടങ്ങിയതല്ല. ഇതിലൊരു മാറ്റവും വരുത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പോയാൽ ഏക അധ്യാപക വിദ്യാലയങ്ങളുടെ നിരകൾ കാണാം രാജ്യത്ത് പലയിടത്തും. എന്തുകൊണ്ടാണ്? ഈ ഏകാധ്യാപക എല്ലാം പഠിപ്പിക്കാൻ ഒരാൾ തന്നെ വരുന്ന നമുക്ക് അത്രയൊന്നും ആലോചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥയാണ് രാജ്യത്തുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ എടുത്ത് ചിത്രീകരിച്ചിട്ട് ഇതാണ് ഇന്ത്യ എന്ന്, യഥാർത്ഥ ഇന്ത്യ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് എന്നാണ് CJP ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഭരണകൂടത്തിന് പൊള്ളും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് മറ്റേ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും ഇതൊന്നും കൂടുതൽ ആളുകൾ കാണാതിരിക്കാനുള്ള പണി കൂടി എടുക്കുന്നത്. ഇതിന് അപ്പുറം നമ്മൾ ചിന്തിച്ചു നോക്കൂ, കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ എത്ര തരത്തിലുള്ള പദ്ധതികൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നുപോയിട്ടുണ്ട് നമ്മൾ ഓർക്കണം. നമ്മുടെ തൊട്ടിപ്പുറത്തേക്ക് പോലും നമുക്ക് നടന്നു കഴിഞ്ഞാൽ എത്ര മനോഹരമായ ക്ലാസ് റൂമുകളുള്ള സ്കൂളുകൾ കാണാൻ കഴിയും. പ്രിസം പദ്ധതി എന്നും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ കോർപ്പറേറ്റുകൾക്കൊപ്പം കൂടിയിരിക്കുമ്പോൾ ഇതേ കോർപ്പറേറ്റുകളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ വിദ്യാലയങ്ങൾ ഉയർന്ന നിലവാരത്തിലേക്ക് എത്താമെന്ന മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനം. അതെങ്കിലും കണ്ട് ഭരണകൂടങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് CJP ഇപ്പോൾ ചെയ്യുമ്പോൾ ഭരണകൂടത്തിന് മുട്ടുവിറച്ചു തുടങ്ങുന്നതും അങ്ങോട്ടുള്ള സ്കൂളുകളുടെ ഗേറ്റ് അടച്ചുപൂട്ടുന്നതും ഓടി നടന്ന് പെയിന്റ് അടിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതും. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുമോ? കുടിവെള്ളമില്ലാത്ത സ്കൂളുകൾ കേരളത്തിലാണെങ്കിൽ ഒരാഴ്ച കുടിവെള്ളമില്ലാതെ ഏതെങ്കിലും ഒരു സർക്കാർ സ്കൂൾ പ്രവർത്തിച്ചാൽ അതിൻ്റെ പേരിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് പടി ഇറങ്ങിപ്പോയേണ്ടി വരും. അവിടെ അങ്ങനെ വല്ലതുമാണോ? ഇതാണ് അവസ്ഥ. ഇനി ആരെങ്കിലുമൊക്കെ മുൻകൈ എടുത്തു കൊണ്ടുവന്ന് എന്തെങ്കിലും പുതിയ പദ്ധതികളുമായി വന്നാൽ അതിനെയൊക്കെ തടയാൻ കുറേ പരിപാടികളായിട്ട് വരും. അതായത് NGOകളെ നിയന്ത്രിക്കാനായി പുതിയ ബില്ലുകൾ വരും, വിദേശ സഹായം വരുന്നത് തടയാനുള്ള ഏർപ്പാടുകൾ കൊണ്ടുവരും. അങ്ങനെ ഈ ഏതെങ്കിലും മേഖലകളിൽ പ്രവർത്തിക്കുന്ന NGOകൾക്ക് ഫണ്ട് വരുന്നത് വരെയും തടസ്സപ്പെടുത്തുക എന്ന പണിയാണ്. അത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന NGOകളുടെ വരെയും ഫണ്ട് തടസ്സപ്പെടുത്തുക എന്ന പണിയാണ് കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം വിഭജന രാഷ്ട്രീയത്തിലൂടെ എല്ലാ കാലത്തും രാജ്യത്തിൻ്റെ അധികാരത്തിൽ ഇരിക്കാമെന്ന ദുശ്ചിന്തയിലാണ് ഈ സർക്കാരുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CJP ഇപ്പോൾ നടത്തുന്ന ക്യാമ്പയിൻ രാജ്യവ്യാപകമായി തന്നെ ചില ചലനങ്ങൾ സൃഷ്ടിക്കും. അത് ഭാവി ഇന്ത്യയ്ക്കുള്ള കരുതിവെപ്പായി മാറണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം.